അച്ചു, നിനക്ക് ഓഫീസിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. നിന്റെ തറവാട്ടില് തലമുറകൾക്ക് ജീവിക്കാനുള്ള വകയുണ്ട്. നമ്മളൊരു പാവം സർക്കാർ ജീവനക്കാരനാണേ. ഓ, എന്ത് കൃത്യനിഷ്ഠയുള്ള സർക്കാർ ജീവനക്കാരൻ. നീയേ രാവിലെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാതെ വാ. കല്യാണി ഇതെവിടെ പോയി? ദാസേട്ടനെയും കാണുന്നില്ലല്ലോ. ചിലപ്പോ വല്ല എക്സ്റേ എടുക്കാനോ മറ്റോ കൊണ്ടുപോയതായിരിക്കും. ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഇനി റൂം ഷിഫ്റ്റ് ചെയ്തായിരിക്കും. വാ, നമുക്ക് റിസപ്ഷനിലൊന്ന് അന്വേഷിക്കാം. എന്താ മിസ്റ്റർ ആനന്ദ്? കല്യാണിയെ റൂമിൽ കാണുന്നില്ല. എങ്ങോട്ട് കൊണ്ടുപോയെന്ന് നോക്കുമായിരുന്നു. കല്യാണിയെ ഡിസ്ചാർജ് ആയി പോയല്ലോ. ഡിസ്ചാർജ് ആയി പോയോ? എപ്പോ? ഇന്ന് രാവിലെ അഖില മേഡം വന്ന് ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോയി. ആനന്ദ് അറിഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ. ഇന്ന് രാവിലെ അഖിലാന്റി വന്ന് ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോയെന്ന്. എന്താ ഇത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നീ വാ. ഡോക്ടർ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. ഓപ്പറേഷനിലൂടെ ഇത് മാറുന്നത് 20% ഡോക്ടർ പറഞ്ഞേ. ബാക്കിയൊക്കെ ഫിസിയോതെറാപ്പിയും പതിയെ പതിയെ നടന്നും വേണം മാറ്റിയെടുക്കാൻ. നാളെ മുതൽ അതിന് ശ്രമം തുടങ്ങണം കല്യാണി. ശരി മാഡം. പിന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതിൽ നിനക്ക് ടെൻഷനൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല മാഡം, വീട്ടിലേക്ക് പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ആ, ശ്രദ്ധിക്കണം. ആ, ആനന്ദോ? ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോ അമ്മ കല്യാണിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നായിട്ട് പറഞ്ഞു. അമ്മ എന്താ ഒരു വാക്ക് പോലും പറയാതെ കല്യാണിയെ ഡിസ്ചാർജ് ചെയ്തത്? അത് ഹോസ്പിറ്റലില് കല്യാണി അത്ര സുരക്ഷിതയല്ലാന്ന് എനിക്ക് തോന്നി. നീയും കണ്ടതല്ലേ അനസ്തേഷ്യ ഡോക്ടർ ഓവർഡോസ് കൊടുത്ത് കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചത്. അവിടെ എന്ത് സുരക്ഷയാ കല്യാണിക്ക്? അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്. അമ്മയെടുത്ത തീരുമാനം തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പൂർണ്ണമായിട്ടും ഭേദമായിട്ട് മതിയായിരുന്നു കല്യാണിയെ ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്താ ആനന്ദി പറയുന്നത്? ഞാൻ ഡിസ്ചാർജ് ചെയ്തത് ശരിയായില്ലെന്നോ? അങ്ങനൊരു അർത്ഥത്തിലല്ലമ്മേ ഞാൻ പറഞ്ഞത്. കല്യാണിയെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. ഇവൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, വീട്ടിലേക്ക് കൊണ്ടുപോവാന്ന് ഡോക്ടർ സമ്മതിച്ചിട്ട് ഞാൻ ഡിസ്ചാർജ് ചെയ്തത്. മാത്രമല്ല വീട്ടിൽ വന്ന് വിശ്രമിക്കുന്നതല്ലേ നല്ലത്. ഡോക്ടർ ഇവിടെ വന്ന് കല്യാണിയെ പരിശോധിച്ചോളൂ. അതിനുള്ള ഏർപ്പാടുകൾ കൂടി ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഹോസ്പിറ്റലിലെ ചികിത്സ തന്നെ കല്യാണിക്ക് ഇവിടെയും കിട്ടും. അതിനൊന്നും ഒരു കുറവും വരില്ല. കല്യാണിയുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അവൾ എത്രയും വേഗം അസുഖം ഭേദമായി നടക്കണമെന്നുള്ളത് എന്റെയും ആഗ്രഹമാണ്. ശരി, ഞാനങ്ങോട്ട് പോകുന്നു. കല്യാണിയെ നന്നായിട്ട് നോക്കണം. നോക്കിക്കോളാമേ.
ഉംഹും. നിന്നോടല്ല, ദാസേട്ടനോടാ പറഞ്ഞത്. ദാസേട്ടാ. ഞാൻ നോക്കിക്കോളാം മാഡം. ഉം. പോവാം. ആ അമ്മ എന്തിനാ അങ്ങനെ പെരുമാറിയെന്ന് എനിക്കറിയില്ല. എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഡാ, മനസ്സിലെന്തോ വെച്ചിട്ടാ അച്ഛനും അഖിലാമ്മയോടും ഒക്കെ ഇപ്പൊ പെരുമാറുന്നത്? ചേച്ചി പറഞ്ഞതിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വല്യുഞ്ഞറിയാതെ അഖില മേഡം ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി ഇവിടെ കൊണ്ടുവന്ന് വിടുമായിരുന്നോ? അതെ, നിന്നെ ഒളിച്ച് കല്യാണിയെ ഡിസ്ചാർജ് ചെയ്യേണ്ട കാര്യം എന്താ? അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് ആനന്ദേ. എനിക്ക് തോന്നുന്നത് ദാസേട്ട അതുപോലെ അമ്മയോട് ഈ വിഷയം പറഞ്ഞു കാണുന്ന. നീ പറഞ്ഞത് ശരി തന്നെയാ. ദാസേട്ടൻ പറഞ്ഞ അമ്മ അറിഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ. എനിക്കതാ ഒരു കൺഫ്യൂഷൻ. എന്റെ മനസ്സിൽ വല്യുകുഞ്ഞുള്ളതുപോലെ വല്യുകുഞ്ഞിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന്. ചേച്ചി, ഇനി അച്ഛൻ അഖില മേഡത്തിനോട് പറഞ്ഞു കാണുമോ? ആവോ, എനിക്കാകെ പേടി തോന്നുന്നു അനിയൻകുട്ട. നീ പറയുന്നത് ശരിയാണ് ആനന്ദേ. അഖിലാന്റി നിന്നോട് നേരിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ തീർച്ചയായും ഒരു കാരണമുണ്ട്. അങ്ങനെന്തോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അത് കറക്റ്റാ. ഇനി പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. അഖിലാന്റിയോട് നീ നിരന്തരമായിട്ട് എതിർത്താണ് സംസാരിക്കുന്നത്. അത് പ്രശ്നങ്ങളുടെ ആധിക്യം കൂട്ടത്തേ ഉള്ളൂ. ഇങ്ങനെ പോയാ എന്താവൂന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വലിയ കുഞ്ഞ് അഖില മേഡത്തിനോട് സംസാരിച്ച രീതി കണ്ടില്ലേ? മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടല്ല സുബ്രു. കല്യാണിയുടെ കാര്യത്തിൽ എനിക്കെന്തോ എന്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. അത് സൂക്ഷിക്കണം ആനന്ദേ. അത് അഖില മേഡത്തിന്റെ സംശയം അധികമാകത്തേ ഉള്ളൂ. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്തോ? എല്ലാത്തിനും ഒരു അവസാനം വേണമല്ലോ. അതിനുള്ള മാർഗത്തെക്കുറിച്ച് മാത്രമാ ഇപ്പൊ എന്റെ ചിന്ത. എന്ത് പറ്റിയാക്കില്ല? കല്യാണിയുടെ കാര്യത്തിൽ നീ ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നല്ലോ. മറ്റൊന്നുമല്ല. എന്തിനായിരുന്നു അഖിലേ കല്യാണി ഇത്ര പെട്ടെന്ന്? വേണ്ടിയിരുന്നില്ല. ഞാനെടുത്ത തീരുമാനം തെറ്റാണെന്ന് കൃഷ്ണേട്ടന് തോന്നുന്നുണ്ടോ? അതിന് എന്റേതായ ന്യായമുണ്ട് കൃഷ്ണേട്ട. അഖിലേ, അവൾ സ്വയം വരുത്തി വെച്ച അപകടമല്ലത്. നിന്നെ രക്ഷിക്കാൻ നോക്കിയതാ. അത് മറക്കരുത് നീ. അങ്ങനെയുള്ളപ്പോ നീ അവളുടെ ചികിത്സ പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് വരരുതായിരുന്നു. കൃഷ്ണേട്ടൻ എന്ത് പറയാം? കാരണം നമുക്ക് പെൺമക്കളില്ല.
വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ വികാരം എനിക്ക് മനസ്സിലായെന്ന് കരുതിയാൽ മതി. കൃഷ്ണേട്ടന്റെ ഈ ചിരിയുടെ അർത്ഥം ഒന്നുമില്ല. വിവാഹപ്രായമെത്തിയ പെണ്ണാണെന്ന ചിന്ത നിന്നെ രക്ഷിച്ചപ്പോ ആ പൊട്ടിപ്പെണ്ണ് ചിന്തിച്ചില്ലല്ലോ എന്നാ ഞാൻ ആലോചിച്ചത്. കൃഷ്ണേട്ടാ, അച്ഛന്റെ വികാരങ്ങൾ എന്ന് പറഞ്ഞല്ലോ. വികാരങ്ങൾ മാത്രം പഠിച്ചാ പോരാ, മനസ്സും കൂടെ പഠിക്കണം. എന്റെ അഖിലേക്ക് അതുണ്ടായിരുന്നു. പക്ഷേ ഈടെ മനസ്സ് മനസ്സിലാക്കിയിട്ടല്ല കൃഷ്ണേട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പറയാം. വലിയ കുഞ്ഞിങ്ങനെ എപ്പോഴെപ്പോഴും ഹോസ്പിറ്റലിൽ വിടുന്നതും കൂട്ടിരിക്കുന്നതും ആളുകൾ കണ്ട അവരഭിഖ്യാതികളെ പറഞ്ഞ് പ്രചരിപ്പിക്കും. വലിയ കുഞ്ഞിനും കല്യാണിക്ക് നാണക്കേടാ. ദാസേട്ടൻ എന്നോട് കാര്യം പറഞ്ഞപ്പോ പിന്നെ എന്റെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. അതുകൊണ്ടാ ആരോടും പറയാതെ മനഃപൂർവ്വം ഞാൻ കല്യാണിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. ഇനി കൃഷ്ണേട്ടൻ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഇല്ല അഖിലേ, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഉചിതമായിരുന്നു നിന്റെ തീരുമാനമെന്ന് തീർത്തു പറയാനും കഴിയുന്നില്ല. കൃഷ്ണേട്ടനെ അറിയാലോ, വിവാഹമണ്ഡപത്തിൽ വെച്ച് നീരജ് കല്യാണിയെ താലി ചേർത്താതെ പോയത് നമ്മുടെ മകന്റെ പേര് പറഞ്ഞ. കല്യാണിക്കൊരു നല്ല ജീവിതം വേണം. അതിന് നമ്മുടെ മകന്റെ പേരൊരു തടസ്സമാവരുത്. ശാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശാപം കന്യാശാപം. അത് ഈ തൃച്ചംബരത്തിന്റെ മേൽ പതിയാൻ പാടില്ല. നീ പഴയ കല്യാണിയല്ല. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ താലി കെട്ടിയ ഞങ്ങളുടെ മൂത്ത മരുമകളാ. തൃച്ചംബരത്ത് ഒരു പെണ്ണിന്റെ ശാപം പതിയില്ല. അതിനുള്ള ഇട വരുത്തില്ല നമ്മുടെ മകൻ ആനന്ദ്. ബ്രോ ഈ ബ്രോയ്ക്ക് ഇതെന്ത് പറ്റി? ഇതെന്താ വല്ലാത്തൊരു ആലോചന. ബ്രോ ഇതെന്താ പകൽക്കിലാവ് കാണാണോ? എടാ, ഞാൻ നിന്നെ വിളിച്ചാലൊന്ന് ആലോചിക്കായിരുന്നു. അപ്പോഴാ നിന്റെ വരവ്. ആ അതാണ് ബ്രോ മനപ്പൊരുത്തം. അല്ല അതൊക്കെ പോട്ടെ, എന്റെ ഏട്ടത്തേമിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കല്യാണി ഒന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോ. കല്യാണിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് ബ്രോയ്ക്ക് സഹിക്കുന്നില്ലല്ലേ? അതൊക്കെ മാറും ബ്രോ. കല്യാണിയുടെ വിൽ പവറിന് കല്യാണി പെട്ടെന്ന് തന്നെ നടന്നു തുടങ്ങും. കല്യാണി നടക്കുന്നതല്ല പ്രശ്നം, ഞാൻ കല്യാണിയെ കാണുന്നതാ പ്രശ്നം. ബ്രോ എന്തൊക്കെയാ പറയുന്നേ?
ബ്രോ കല്യാണിയെ കാണുന്നതിൽ ഇവിടെ ആർക്കാ പ്രശ്നം? ദാസേട്ടൻ തന്നെയാ പ്രശ്നം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന കല്യാണിയെ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഡിസ്ചാർജ് ചെയ്തു. ഇപ്പതേ ഔട്ട് ഹൗസിൽ പോയി കാണുന്നതും കുഴപ്പമാ. ദാസേട്ടൻ കല്യാണി എന്നെ കാണിക്കില്ലെന്ന് വാശി പിടിച്ച് അവിടെ കാവലിരിക്കുക. അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. ഇത് ഞാൻ ഏറ്റു. ഇതിന് ഞാൻ വഴിയുണ്ടാക്കി തരാം. ഔട്ട് ഹൗസിലുള്ള ദാസേട്ടനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയ പോരെ? അത് മതി. പക്ഷേ വിശ്വാസയോഗ്യമായ കാരണം പറഞ്ഞില്ലെങ്കിൽ ദാസേട്ടൻ വരില്ല. നിർബന്ധിച്ച ഈ സാഹചര്യത്തിൽ അത് സംശയത്തിനിടയാക്കും. ഒരു സംശയമില്ലാതെ ദാസേട്ടനെ ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കി തന്നാ പോരെ? അത് ഞാൻ ഏറ്റു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ വിളിക്കാം. ദാസേട്ടാ, ആ അനിയും കുഞ്ഞോ? ഒരു അനിയും കുഞ്ഞേ. കല്യാണി കാലിനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല നീ കുഞ്ഞെ. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ശീലമില്ലല്ലോ, അതുകൊണ്ട് നല്ല ബോറടിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല കല്യാണി, കുറച്ചു ദിവസം ഇരുന്നാ പോരെ? അതോടെ എല്ലാം ശരിയായിക്കോളും. അല്ല ദാസേട്ടാ, ഇതിപ്പോ ഒരു റെസ്റ്റ് കിട്ടിയതാണെന്ന് കരുതിയാ മതി. പിന്നെ ദാസേട്ടാ, അതെ, എനിക്കൊന്ന് ഓഫീസിൽ പോണം. അപ്പൊ നമുക്ക് ആ വണ്ടി എടുത്തൊന്ന് പോയല്ലോ. ഇവളോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കല്യാണം ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ അങ്ങനെ വരാനാ? അയ്യോ, അച്ഛൻ പോയിട്ട് വന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നോളാം. അത് ശരിയാവില്ല. നിനക്ക് ഇത്തിരി വെള്ളം കുടിക്കണ വെച്ചാൽ എന്ത് ചെയ്യും? അത് വേണ്ട. എന്റെ ദൈവമേ, പ്ലാനൊക്കെ പൊളിയാണല്ലോ. എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടും ദാസേട്ടനെ കൊണ്ടുപോയേ പറ്റൂ. അതല്ല ദാസേട്ടാ, ദാസേട്ട ഓഫീസിൽ നിൽക്കണമെന്നില്ല. എന്നെ അവിടെ വിട്ടിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. അതുവരെ കല്യാണി ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളൂ. ഇരിക്കില്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കിരുന്നോളാം. അച്ഛൻ പോയിട്ട് വാ. ദാസേട്ട എന്നാ പോവല്ലേ? ഓക്കെ. കല്യാണിയുടെ മനസ്സിൽ ഞാനുള്ളതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ കല്യാണിയുണ്ട്. ഞാൻ പറഞ്ഞത് ദാസേട്ടനെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താ ദാസേട്ട ആലോചിക്കുന്നേ? വാ, സമയം പോകല്ലേ? എന്നാലും അനിയ കുഞ്ഞെ, ഇവളെ ഇരിപ്പ് കണ്ടില്ലേ? എങ്ങനെ ഞാൻ വരും? മാത്രമല്ല അനിയൻ കുഞ്ഞ് നന്നായി വണ്ടി ഓടിക്കും, ലൈസൻസും ഉണ്ട്. അനിയൻ കുഞ്ഞ് തന്നെ പൊക്കും. കല്യാണി ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ് ദാസേട്ട, പറഞ്ഞതിന് കാര്യമുണ്ട്. ഞാൻ വണ്ടി എടുത്ത് പോക്കോളാം. എനിക്കാണെങ്കിൽ നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസും ഉണ്ടല്ലോ. ഞാൻ തന്നെ ഇരുന്ന് ഓടിച്ചോളാം. പോട്ടെ കല്യാണി. പോളെ. അച്ഛാ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ.